ഇന്നിപ്പം ഞങ്ങളിവിടെ ഹോൾസെയിൽ മാർക്കറ്റ് മലാടിയിൽ വന്നതാണ്. അപ്പം വന്നുകൊണ്ട് എനിക്ക് മീനിൻ്റെ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അതിന് കേരമീൻ വാങ്ങിക്കാനാണ് വന്നത്. അപ്പം കേരമീൻ ഇപ്പം വിലയായതുകൊണ്ട് അവർ കൊണ്ടുവരുന്നില്ല. നമ്മൾ ഈ സൗത്ത് ഇന്ത്യനെ ഇങ്ങനെ ഈ കേരമീനൊക്കെ ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പം വന്നാണ് ഈ ഒരു മീൻ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വറ്റയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. എന്തു വന്നേലും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഒരെണ്ണം 700 രൂപ. അത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചത്. പിന്നെ അയല വാങ്ങിച്ച് 100 രൂപയ്ക്ക്, അല്ലാതെ വേറെ ഉള്ളതൊന്നും ഫ്രഷും അല്ലായിരുന്നു. പക്ഷേ ആ മറ്റേ വാങ്ങിച്ച പലരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വറ്റയാണെന്ന് ഡൗട്ട് പറഞ്ഞു. അപ്പോൾ നല്ല വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയുണ്ടെങ്കിൽ ഏതാണ്ട് ഇത് നല്ല മാംസമുള്ള കേട്ടോ. പക്ഷേ നടുക്കത്തെ മുള്ള് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞ് തൊലിയൊന്നും കളയത്തില്ല എന്ന് പറഞ്ഞ് പീസാക്കിയതാണ്. പക്ഷേ അത് തൊലി കളഞ്ഞേ ഒക്കത്തുള്ളൂ. നല്ല കട്ടിയുള്ള തൊലിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ച് ഇത് കറി വെക്കാമെന്നാണ്. പിന്നെ അത് ഒക്കത്തില്ല. ഞാൻ ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ട് ഞാൻ ചിന്തിച്ചെന്നാൽ അയല അങ്ങ് കറി വെക്കാം. വന്നിട്ടാണ് ഞാൻ പിന്നെ കഞ്ഞിക്ക് അരി ഇട്ടതും എല്ലാം രാവിലെ അങ്ങ് പോയിട്ട് തന്നെ കുറേ സമയമായി. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഐസായിട്ട് നമുക്ക് പിന്നെ എടുത്ത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അരിയൊക്കെ ഇട്ടു. പിന്നെ അയല എടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൽ ഒരു 4 എണ്ണം എടുത്ത് വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി കറി വയ്ക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് മസാല പുരട്ടാനായിട്ട് വെക്കട്ടെ. ആ മീൻ അങ്ങനെ മുള്ളില്ല. അവർ പറഞ്ഞ് എനിക്ക് കേര അങ്ങനെയുള്ള മീനൊക്കെ അറിയത്തില്ല. ഈ വറ്റ മോതയൊന്നും എനിക്ക് കണ്ടാലറിയത്തില്ല. പക്ഷെ അത് കറി വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ മീൻ കറി വെക്കാനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് പിന്നെ അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു. ഈ മുളക് പൊടിക്ക് ഒട്ടും എരിവില്ല. എന്നിട്ട് അതിലേക്ക് പുളിവെള്ളവും ഉലുവാപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം മീനൊക്കെ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പോൾ മീൻ ഞാൻ മസാല പുരട്ടി വെക്കട്ടെ. എനിക്കിപ്പം മീൻ ഇപ്പോൾ ഉച്ചക്കത്തേക്കിന് വേണ്ട, രാത്രിത്തേക്കിന് മതി. അതുകൊണ്ട് ഞാനത് മസാല പുരട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം പിന്നെ വെള്ളമൊക്കെ കുടിക്കാൻ വെച്ചു. ചരുവം കഴുകി വെള്ളം ഇനിയും തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ പാത്രമൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കിനും നമ്മുടെ മീനൊക്കെ വറ്റി വന്നു. ഞാനിതിൽ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ. പച്ചക്കറിവേപ്പില ഇല്ലായിരുന്നു, ഉണങ്ങിയതേ ഉള്ളായിരുന്നു. പച്ചക്കറിവേപ്പില ഇട്ടാലേ നല്ലൊരു മണമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ ഞാൻ ചോറൊക്കെ ഞാൻ ഇങ്ങനെ ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മോരുകറിയും കൂടെ ഉണ്ടാക്കി. പിന്നെ തോരൻ വെക്കുന്നത് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചെണ്ണേ എന്നാൽ ഉരുളൻകിഴങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ അരിഞ്ഞ് അതൊന്ന് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തി വേണ്ടിയവർക്കൊക്കെ ചപ്പാത്തി കൊടുത്തു. പിന്നെ രാത്രി വൈകുന്നേരം അത്താഴത്തിന് മീൻ വറക്കണമായിരുന്നു. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്ത് മീനൊക്കെ വറക്കാനായിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം രാത്രിയിലായപ്പോഴത്തേക്കിന് ആ ചട്ടിയിലിരുന്ന് മീൻ കുറച്ചുകൂടെ അങ്ങ് നന്നായിട്ടങ്ങ് കുറുകിയിട്ടുണ്ട്. നമ്മുടെ പുതിയ ചട്ടിയായത്. അപ്പം മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.